ഹലോ, നമസ്കാരം സുഹൃത്തുക്കളെ. ഇന്ന് നമുക്ക് ഒരു പ്രോജക്റ്റ് എങ്ങനെ തയ്യാറാക്കാം, അതിൻ്റെ വിവിധ ഘട്ടങ്ങളെക്കുറിച്ചാണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു പ്രോജക്റ്റിന് ആദ്യമായി വേണ്ടതാണ് ഒരു വിഷയം. അപ്പോൾ ഞാനൊരു കാര്യം പറയാം. പുകവലി ആരോഗ്യത്തിന് ഹാനികരമാണോ, ഒരു സാമൂഹിക തിന്മയാണോ? ഇതാണ് വിഷയം. ഇനി അതിന് എയിം എന്ന് വെച്ചാൽ പുകവലി ആരോഗ്യത്തിന് ഹാനികരമാണോ എന്ന് നമ്മൾ കണ്ടെത്തുന്നു. ഇനി നമ്മൾ ഊഹിക്കുന്നു. അതിൻ്റെ ഊഹം. പുകവലി പണ്ട് കാലങ്ങളിൽ ഡോക്ടർമാർ റെക്കമെൻഡ് ചെയ്തിരുന്നു. സിനിമാ താരങ്ങൾ വലിക്കുന്നു, പല രാഷ്ട്രീയക്കാർ വലിക്കുന്നുണ്ട്. ആയതിനാൽ ഇത് ചിന്താശേഷിയെ ഉണർത്തുമെന്നും ആരോഗ്യത്തിന് തലച്ചോറിന് നല്ലതാണെന്നും അതുകൊണ്ട് വലിയ കുഴപ്പമില്ല, ആരോഗ്യത്തിന് നല്ലതാണെന്നും ഞാൻ ഊഹിക്കുന്നു. ഇനി അത് കഴിഞ്ഞിട്ട് വിവരശേഖരണം. ഊഹം കഴിഞ്ഞു. ഇനി വിവരശേഖരണം, ഡേറ്റ കളക്ഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഡോക്ടർമാരെടുത്ത് RCC റീജിയണൽ ക്യാൻസർ സെൻറ്റർ അവിടെ അങ്ങനെയുള്ള സ്ഥലത്ത് പോയി നമ്മൾ ക്യാൻസർ വന്നിരിക്കുന്ന ആൾക്കാരുടെ അടുത്തും പുകവലി കണ്ടിന്യൂസ് ആയിട്ട് പുകവലിച്ച് ക്യാൻസർ വന്ന ആളുകളൊക്കെ ഉണ്ടോ എന്ന് നമ്മൾ RCCയിൽ പോയി തിരക്കുന്നു. അങ്ങനെ കാര്യങ്ങളെല്ലാം അന്വേഷിക്കുന്നു. അത് നമുക്ക് മനസ്സിലാകുന്നു പുകവലി ആരോഗ്യത്തിന് ഹാനികരമാണെന്നും ഇത് അർബുദത്തിന് കാരണമാകുമെന്നും ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾക്ക് കാരണമാകുമെന്നും ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. എന്നിട്ട് അതൊരു അപഗ്രഥനം, ഇത് ഇന്ന കാരണങ്ങൾ കൊണ്ട് പുകവലി ആരോഗ്യത്തിന് ഹാനികരമാണ്. അത് സ്കൂൾ പരിസരത്ത് പുകവലി നിരോധിച്ചിരിക്കുന്നു. സ്കൂൾ പരിസരത്ത് പുകയില ഉൽപ്പന്നങ്ങളോ പുകയില വസ്തുക്കളോ വിൽക്കുന്നത് കുറ്റകരമാണ്. ഇന്ന കാരണങ്ങളാണ്, അതിന് ഇന്ന നിയമങ്ങളാണ് എന്ന് നമ്മൾ ഇന്ന നിയമങ്ങൾ മൂലമാണ് നിരോധിച്ചിരിക്കുന്നത്. ആ നിയമങ്ങളോ അതിൻ്റെ ആർട്ടിക്കിളോ എല്ലാം എഴുതി വെക്കുന്നു. അപഗ്രഥന. അത് കഴിഞ്ഞിട്ട് നിഗമനം. ഇന്ന കാരണങ്ങൾ കൊണ്ട് ഇത് തെറ്റാണ്, കാരണങ്ങൾ കൊണ്ട് തെറ്റാണ്, ഇതൊരു സാമൂഹിക തിന്മയാണെന്ന് നമ്മൾ നിഗമനത്തിലൂടെ എഴുതുന്നു. നമ്മൾ ഇത്രത്തോളം വിവരങ്ങൾ ശേഖരിച്ചു, അതിന് ഇത്രത്തോളം അപഗ്രഥനങ്ങളുണ്ടായി, അതിന് ശേഷം നമ്മൾ ഇതിൽ നിന്നൊരു നിഗമനത്തിലെത്തി. ഇന്ന കാരണങ്ങൾ കൊണ്ടിത് തെറ്റാണ്, നിഗമനത്തിലെത്തി. അതിനുശേഷം പ്രോജക്റ്റ് റിപ്പോർട്ട്. ഇത് അപഗ്രഥനത്തിൻ്റെയും നിഗമനത്തിൻ്റെയും ഒരു സംഗ്രഹ രൂപമാണ് പ്രോജക്റ്റ് റിപ്പോർട്ടിനകത്ത് നമുക്ക് എന്ത് വേണേലും ആ പ്രോജക്റ്റിനെ കുറിച്ചുള്ള അപഗ്രഥനം, അതായത് പുകവലി ആരോഗ്യത്തിന് ഹാനികരമാണ്, ഇന്ന കാരണങ്ങൾ കൊണ്ട് അത് നിരോധിച്ചിരിക്കുന്നു, ഇന്ന കാരണങ്ങൾ കൊണ്ട് ഇന്ന കാരണം കൊണ്ട് പുകയില ഉൽപ്പന്നങ്ങൾ സ്കൂൾ പരിസരത്ത് വിൽക്കുന്നത് തെറ്റാണ്, അത് ശിക്ഷാർഹമാണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. പുകയില ഉൽപ്പന്നങ്ങൾ 18 വയസ്സിന് താഴെ ഉള്ളവർക്ക് കൊടുക്കുന്നത് കുറ്റകരമാണ് എന്നുള്ളത് ഇന്ന നിയമങ്ങൾ മൂലം നിരോധിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് നമ്മളൊരു റിപ്പോർട്ട് എഴുതുന്നു. അങ്ങനെയാണ് നമ്മുടെ പ്രോജക്റ്റ് കംപ്ലീറ്റ് ആവുന്നത്. ഒരു പ്രോജക്റ്റിന് ഏറ്റവും വേണ്ടുന്നത് എന്താണ്? ഒരു വിഷയം വേണം, ഒരു ലക്ഷ്യം വേണം, എയിം വേണം, പിന്നീട് വിവരശേഖരണം, നിഗമനം, അപഗ്രഥനം ആണെന്നില്ല, നിഗമനം, വിഷയം, എയിം, വിവരശേഖരണം, അപഗ്രഥനം, നിഗമനം, പ്രോജക്റ്റ് റിപ്പോർട്ട്. ഇത്രയും സാധനങ്ങൾ ഒരു പ്രോജക്റ്റിന് വേണ്ടതായിട്ട് ഉണ്ട്.